ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്. ഫോർഗീവ്നെസ് എന്നത് ഒരാൾ നമ്മളോട് ചെയ്ത തെറ്റിനോടുള്ള ദേഷ്യം, പക, പ്രതികാര ബുദ്ധി എന്നിവ ബോധപൂർവം ഉപേക്ഷിക്കുന്ന പ്രക്രിയയാണ്. ഇത് കേവലം സാരമില്ല എന്ന് പറയുന്നതല്ല, മറിച്ച് മനസ്സിനെ ആ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു വലിയ തീരുമാനമാണ്. എന്താണ് ഫോർഗീവ്നെസ്? നമ്മെ വേദനിപ്പിച്ച വ്യക്തിയോട് തോന്നുന്ന നെഗറ്റീവ് വികാരങ്ങളെ മാറ്റിയെടുത്ത് സമാധാനപരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. ഫോർഗീവ്നെസ് എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മളെ വേദനിപ്പിച്ചവർ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കാതെ ആ സംഭവത്തെ വിട്ടുകളയാൻ നമ്മൾ എടുക്കുന്ന തീരുമാനം. ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ പലരും അതിനെ തെറ്റായാണ് വിചാരിക്കുന്നത്. നടന്ന സംഭവം മറന്നു കളയുക എന്നതല്ല ഫോർഗീവ്നെസ്. ആ സംഭവം ഓർക്കുമ്പോൾ പഴയതുപോലെ വേദനിക്കാതിരിക്കുക എന്നതാണ്. ഒരാൾ ചെയ്ത തെറ്റ് ന്യായീകരിക്കലല്ല, ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ അത് നമ്മളെ ഇനി ബാധിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. ഒരു ബന്ധത്തിൽ ഒരാൾക്ക് മാപ്പ് നൽകി എന്ന് കരുതി അവരുമായി പഴയതുപോലെ ആ ബന്ധം പുലർത്തണമെന്ന് നിർബന്ധമില്ല. നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരാളിൽ നിന്ന് മാറി നിൽക്കാനും അതേസമയം മാനസികമായി അവർക്ക് മാപ്പ് നൽകാനും സാധിക്കും. ഫോർഗീവ്നെസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പകയും ദേഷ്യവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാകുന്നു. എന്നാൽ ക്ഷമിക്കുന്നതിലൂടെ ആ ഭാരം ഒഴിഞ്ഞു പോകുന്നു. രക്തസമ്മർദ്ദം കുറയാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടാനും നന്നായി ഉറങ്ങാനും ഇത് സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സ്നേഹവും പക്വതയും വർദ്ധിപ്പിക്കുന്നു. ഫോർഗീവ്നെസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ആദ്യം നിങ്ങൾക്ക് വേദനിച്ചുവെന്ന് സ്വയം സമ്മതിക്കുക. അത് മറച്ചു വയ്ക്കാതിരിക്കുക. മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. അവർ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിക്കുന്നത് ദേഷ്യം കുറയാൻ സഹായിക്കും. അത് അവർ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനല്ല, മറിച്ച് സഹതാപം തോന്നാനാണ്. ദേഷ്യം കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ലെന്ന് മനസ്സിലാക്കി അത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. മറ്റുള്ളവരോട് മാത്രമല്ല, സ്വന്തം തെറ്റുകൾക്കും മാപ്പ് നൽകാൻ പഠിക്കുക. ചുരുക്കത്തിൽ, മറ്റൊരാൾ നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത് അവസാനിപ്പിക്കുന്നതാണ് ഫോർഗീവ്നെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത